ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് രാമേശ്വരത്തേക്കുള്ള യാത്രയാണ്. രാമേശ്വരത്തേക്ക് എത്തുന്നതിന് ആ പാൻപൻ പാലത്തിന് തൊട്ട് മുന്നേ ഒരു ചെറിയൊരു പാർക്കുണ്ട്. ഈ കടലിൻ്റെ സൈഡിലായിട്ടാണ് ആ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെയൊക്കെ ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ രാമേശ്വരത്തേക്ക് പോകുന്നത്. ഈ പാർക്കിലേക്ക് ഇറങ്ങുന്നതിനും ചിലവ് എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാളിന് വേണ്ട ചാർജ്. പിന്നെ വാഹനം ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് കൊടുക്കണം. കാറിനാണെങ്കിൽ 10 രൂപയാണ്. കാറിനും 10 രൂപയാണ് ചാർജ്. നല്ലൊരു കടലിൻ്റെ വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. നല്ല ശാന്തമായിട്ടാണ് അവിടുത്തെ ആ കടലിൻ്റെ ആ ഒരു ഇത്. കാരണം ഫോട്ടോ ഷൂട്ടൗട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പാമ്പൻ പാലത്തിലൂടെയായിരുന്നു പിന്നത്തെ യാത്ര. പാമ്പൻ പാലത്തിൻ്റെ ഒരു സൈഡിൽ റെയിൽവേ ട്രാക്കും മറു സൈഡിൽ കടലുമാണ്. ഏകദേശം ഞങ്ങൾ വന്ന സമയമെന്ന് പറയുന്നത് ഒരു 4:30-5 മണിയായി കാണും. ഈ പാമ്പൻ പാലത്തിലെത്തിയപ്പോൾ ഞങ്ങൾ രാവിലെ 6:30-ക്ക് തിരിച്ചതാണ്. പിന്നെ ഈ പാമ്പൻ പാലത്തിലേക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഏകദേശം 1 മണിക്കൂറോളം പാമ്പൻ പാലത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ കാണാൻ വരുന്നവർ പാമ്പൻ പാലത്തിൻ്റെ 2 വശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ വന്നൊരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കാറിനെ താഴെ പാലം കഴിഞ്ഞ ശേഷം കൊണ്ടിട്ടതിന് ശേഷമാണ് ഞങ്ങളിങ്ങോട്ട് നടന്നു വരികയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് ഈ ചേരി പ്രദേശം പോലുള്ള സ്ഥലമെല്ലാം കണ്ടത്. ഇത് പാലത്തിൻ്റെ അടിയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലമാണ് കേട്ടോ. കാരണം അവരെ ഉപജീവനമാർഗ്ഗം മീൻപിടുത്തമാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരു വഴിയുണ്ട് ഈ കടലിലേക്ക്. അതൊരു ഡേഞ്ചറായിട്ടുള്ളൊരു വഴിയാണ്. സ്ലിപ്പ് ചെയ്താൽ താഴെ പോകും. ഞങ്ങളവിടെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ പാലത്തിൽ നോക്കുമ്പോൾ തന്നെ കാണാം മത്സ്യത്തൊഴിലാളി മീൻ പിടിച്ചുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യുന്നതും അങ്ങനെ എല്ലാം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഈ പാൻപൻ പാലത്തിൻ്റെ താഴെ മീനുകൾ ഉണക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുകൾ അവിടെ ഉണ്ട്. ഇതാണ് പാമ്പൻ പഴയ പാലവും പുതിയ പാലവും. നല്ല ബ്ലോക്ക് ഉണ്ട് ഇപ്പോഴും. കാരണം ഞങ്ങൾ താഴെ ആ വണ്ടി കൊണ്ടിട്ടതിന് ശേഷവും ബ്ലോക്കായിട്ട് കിടക്കുകയായിരുന്നു റോഡ്. ഇതുവഴി കഴിഞ്ഞ ട്രയൽ റണ്ണൊക്കെ നടത്തിയാണ് ട്രെയിനിൻ്റെ ഇത്. ഏകദേശം അടുത്ത മാസത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ട്രെയിനിൽ വന്നാൽ എന്ത് നല്ല രസമായിരിക്കും ഈ കടലിൻ്റെ നടുവിലൂടെയുള്ള ട്രെയിനിൽ യാത്ര ചെയ്യും. ഇതിൻ്റെ മറു സൈഡിലായിട്ട് കണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരുപാട് ബോട്ടുകൾ വെള്ളത്തിൽ നിർത്തിയിട്ടിട്ടുണ്ട്. അതായത് ഈ പാലത്തിൻ്റെ മറു സൈഡാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകളുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. എനിക്കൊന്നെല്ലാം മീൻപിടുത്തത്തിന് പോയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു രാമേശ്വരത്തേക്ക്. ഇത് രാമേശ്വരത്തേക്ക് ഞങ്ങളങ്ങനെ പോകുന്നൊരു വഴിയാണ് കേട്ടോ.
കാരണം പള്ളിയും എല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 374 കിലോമീറ്റർ ആയിരുന്നു രാമേശ്വരത്തേക്ക്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പൂജപ്പുര എന്നാണ് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് 374 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് രാമേശ്വരം വരെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. ഈ രാമേശ്വരത്തേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ. അവിടെ വാഹനങ്ങൾക്ക് ടോൾ വാങ്ങുന്നുണ്ട്. കാറിന് 100, വലിയ വാഹനങ്ങൾക്ക് അതനുസരിച്ചുള്ളൊരു ചാർജ് അവിടെ കൊടുക്കണം. പിന്നെ ഞങ്ങൾ നേരെ ടെമ്പിളിലേക്ക് ചെന്ന്, ആ ക്ഷേത്രത്തിലേക്ക്. പക്ഷേ അവിടെ ക്യാമറ അലൗഡ് അല്ല. ഈ ഒരു കോറിഡോറിൽ മാത്രമേ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റൂ. ക്ഷേത്രത്തിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ അങ്ങനെ ഒരു തീരുമാനമുള്ളതുകൊണ്ട് ഞങ്ങൾ അകത്തേക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഈ കോറിഡോറിലുള്ള വീഡിയോ മാത്രമേ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള എടുത്തിട്ടുള്ളൂ. കാരണം നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗമല്ല. പിന്നെ കൂടുതൽ അവിടെ വന്ന് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് റൂം തന്നെ കിട്ടാൻ ഒരുപാട് പാടുപെട്ടു. ഏകദേശം ഒരു റൂമിന് 4000 രൂപ വരെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം അതൊരു സീസൺ ടൈം ആയിരുന്നു. കാരണം അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഓഫ് സീസണാണ്. അപ്പോൾ തിരക്ക് കുറവായിരിക്കും. പിന്നെ ഇത് ക്രിസ്മസ് അവധിയും കൂടെ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് വന്നത്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കുളിക്കാനുള്ള സ്ഥലത്തേക്ക് പോകുന്ന ക്യൂ, പിന്നെ ദർശനത്തിനുള്ള ക്യൂ, അതെല്ലാം ഈ ക്യൂ കോംപ്ലക്സ് വഴിയാണ് പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് നടന്ന് പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വന്ന ആ വൈകുന്നേരം. ഇത് രാവിലെയുള്ളത് ഇതാണ്. കാരണം കാല് വയ്യാത്തവർക്ക് പോകാനുള്ള സൈക്കിൾ റിക്ഷ പോലത്തെ ഇതിനകത്ത് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് ക്ഷേത്ര നമുക്ക് ആ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ക്ഷേത്ര ഗോപുര നടയും അതിൻ്റെയൊക്കെ വ്യൂ ആണ് ഇത് കാണുന്നത്. ഇത് നമ്മളെ കുളിക്കുവാനുള്ളൊരു ക്യൂ ആണ്. 22 കിണറിലേക്ക് കുളിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്, അതിൻ്റെ ഒരു ക്യൂവും പിന്നെ ദർശനത്തിനുള്ള ക്യൂവും. ഇവിടെ ഒരു സ്ഫടിക ശിവലിംഗമുണ്ട്. 5 മണി തൊട്ട് 6 മണി വരെയാണ് ആ സ്ഫടിക ശിവലിംഗ ദർശനം. അതിന് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്, ഏറ്റവും കുറഞ്ഞത്. പിന്നെ മറ്റ് ദർശനത്തിന് 100, 200 അങ്ങനെ 2 തരത്തിലുള്ള ക്യൂകളുണ്ട്. അല്ലാതെ ജനറൽ ആയിട്ടുള്ള ക്യൂ ഉണ്ട്. ഞങ്ങൾ ജനറൽ ആയിട്ടുള്ള ക്യൂവിലാണ് കയറി തൊഴുതത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ടോയ്സൊക്കെ ഉള്ള ഷോപ്പുണ്ട്. ടോയ്സ്, ശംഖ് കൊണ്ടുള്ള ഓരോ സാധനങ്ങൾ, പിന്നെ കടകൾ, ഫുഡ് കഴിക്കാനുള്ളത്, ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ്, ഇതെല്ലാം ഈ കോവിലിൻ്റെ ചുറ്റുമുണ്ട്. 4 നടയിലും ഇതേപോലൊരു ഷോപ്പും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ ഈ ബലിയും ചിതാഭസ്മൊക്കെ ഒഴുക്കുന്ന ഒരു സ്ഥലമുണ്ട്, പിതൃതർപ്പണം. ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയിൽ നിന്നെടുത്തൊരു വ്യൂ ആണ് കേട്ടോ. ആ വഴിയിൽ നമുക്ക് ഒരുപാട് ഈ ശംഖ്, ചിപ്പി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുള്ള കരകൗശല സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിയുള്ള റിക്ഷയുണ്ട്, ഓട്ടോറിക്ഷ പോലെ തന്നെ, അവിടെ ചുറ്റി കറങ്ങാനുള്ളത്. പിന്നെ ഞങ്ങളിതാ നേരെ ആ ബലിതർപ്പണ ആ കടവിലേക്കാണ് ചെന്നത്. ഇവിടെയും കടൽ നല്ല ശാന്തമായിട്ടുള്ളൊരു കടലാണ്. ഇവിടെ അസ്ഥി ഒഴുക്കുന്നതും ചിതാഭസ്മ നിർമ്മാർജ്ജനം ഇങ്ങനെ ഒരുപാട് ഇതിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ പിതൃതർപ്പണം. പിന്നെ ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. കാരണം ഈ സ്ഥലത്ത് ഗോപൂജയും ചെയ്യുന്നുണ്ട്.
നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഒരു ഗോപൂജ നടക്കുന്നത്. ഇത് പിതൃതർപ്പണത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ ഒരുപാട് പരികർമ്മികൾ ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഈ ആ സൈഡ് മൊത്തം ഇത് തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇത് ഗോപൂജ നടത്തുന്നത്. എന്നാൽ കടൽ തന്നെ ഉണ്ടോ, നല്ല ശാന്തമായിട്ടല്ലേ കടൽ. പക്ഷേ മത്സ്യബന്ധന ബോട്ടുകളും അതുവഴി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് മാറി നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. കടലിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട് സർവീസ് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ നിന്ന് ഇതിൻ്റെ സൈഡിലൂടെ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയാൽ മതി. ഈ ബോട്ട് സർവീസിനുള്ള ആ ഒരു സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്നു കേട്ടോ. തിരിച്ച് നടന്ന് വെളിയിൽ വരുമ്പോൾ ഈ ഒരു ക്യൂ ആണ്. 22 കിണറിലേക്കുള്ള ക്യൂ ആണ്. അവിടുത്തെ വെള്ളത്തിൽ കുളിക്കുന്നതിനായിട്ട് 25 രൂപയാണ് അതിനോടെ അവർ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ടിക്കറ്റ് എടുക്കണം, 25 രൂപയുടെ. കാരണം അതിൻ്റെ പരിസരത്തിന് കരിക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആഹാരം സാധനങ്ങളൊന്നും വലിയ ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ശംഖ്, രുദ്രാക്ഷം അങ്ങനെയുള്ള മാലകൾ ഇതെല്ലാം വിൽക്കുന്ന ഒരു സ്പോട്ടാണ് അത്. ഈ വരുന്ന വഴി തന്നെ നമുക്ക് അതും കാണാൻ പറ്റും. പിന്നെ ഈ ക്യാനൊക്കെ വിൽക്കുന്നുണ്ട്. അതായത് ഈ കടലിൽ നമ്മൾ കിണറിൽ കുളിക്കാൻ പോയിട്ട് ആ വെള്ളം ചിലർ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിനായിട്ട് അവിടെ ക്യാനെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ വെള്ളം കൊണ്ടുപോകാനുള്ള ക്യാനും ബോട്ടിലും എല്ലാം അതൊക്കെ നമുക്കവിടെ കിട്ടും ആ സ്ഥലത്ത് തന്നെ. പിന്നെ എൻ്റെ ഈ രാമേശ്വരം വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.